السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. صدق الله مولانا العلي العظيم. ഈ മാതാവുമ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനമുള്ള വാക്കോടും മൊയ്തീൻകുട്ടി ഫൈദി അവർകൾ, അധ്യക്ഷൻ എത്തിക്കുന്ന ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് വേദിയിൽ ഉപേക്ഷായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന മുശാവറ അംഗങ്ങൾ, വേദിയിൽ ഉപേക്ഷായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, വിശിഷ്യ കോഴിക്കോട് വലിയ കാവി മുഹമ്മദ് കോയ തങ്ങളടക്കമുള്ള സാദാത്തുകൾ, മറ്റു പണ്ഡിതന്മാർ, പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാണ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ. അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു സംഗമത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ സംഘടന ഇവിടെ രൂപീകരിക്കപ്പെടുന്നത് തന്നെ വിശുദ്ധമായ ദീന്, ആ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഖേന ഇവിടെ അവതരിപ്പിച്ച ഒന്നാണ് വിശുദ്ധമായ ഈ ദീൻ. ആ പരമ്പരക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി പിന്നീട് നബിമാരുടെ ആവശ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ ശൃംഖല അള്ളാഹു അവസാനിപ്പിച്ചു. ഇനി ഒരു നബി ഈ പ്രബോധനത്തിന് വേണ്ടി ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇവിടെ വരുന്നത് ഒരു നബിയായി കൊണ്ടല്ല, ഒരു രൂപത്തിനോട് ബന്ധപ്പെട്ട ഒരു പ്രബോധകനായി കൊണ്ടല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ പൂർണ്ണമായ നീതിപൂർവമുള്ള വളരെ സത്യസന്ധമായ ഈ ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ പ്രചാരകനായി കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരിവിടെ വരുന്നത്.
അപ്പം അള്ളാഹു മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഖേന അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ദീൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിശുദ്ധമാവുന്ന മതം, അതിൻ്റെ ആശയാദർശങ്ങളെ ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ അത് നിലനിൽക്കേണ്ട കാലം വരെ അതിനെ സംരക്ഷിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൻ്റെ സംരക്ഷണം അള്ളാഹു ആവുന്ന ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ സംരക്ഷണത്തിനക്ക് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനോട് അനുയോജ്യമായ സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അത് നിക്ഷിപ്തമായിരുന്നു, ഇതിൻ്റെ സംരക്ഷണം. പക്ഷെ അതിനാവശ്യമാവുന്ന ഘടകങ്ങളൊക്കെ പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൻ്റെ സംരക്ഷണം നിർവഹിച്ചു. പിന്നീട് മഹാന്മാരാവുന്ന ഖുലഫാ, ആ ഖുലഫാവിൻ്റെ കാലഘട്ടത്തിലും ആ ഖലീഫന്മാർ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. അതിൻ്റെ സംരക്ഷണത്തിനക്ക് എന്തെല്ലാം ഘടകങ്ങളാണോ അതിനാവശ്യം, ആ ആവശ്യമായ ഘടകങ്ങൾ മുഴുവനും പരിഗണിച്ചുകൊണ്ട് വിശുദ്ധ ദീനിൻ്റെ സംരക്ഷണം അവർ നടത്തി. അതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത്. വിശുദ്ധമായ ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചതായ ഈ വിശുദ്ധമായ ദീൻ, ഈ ശരീഅത്ത്, ആ ശരീഅത്ത് അത് ഖിയാമത്ത് നാൾ വരെ അതിവിടെ നിലനിൽക്കും. നിലനിൽക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായിരുന്നു മഹാന്മാരാവുന്ന സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ, ഖുലഫാവിൻ്റെ കാലഘട്ടത്തിലും അവർക്ക് ശേഷം സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളൊക്കെ ഇവിടെ നടത്തിയത് ഈ വിശുദ്ധമാവുന്ന ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത് അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിലേക്ക് അവതരിപ്പിച്ചതായ, ഇന്ന് നമ്മളും പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംവിധാനത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ കൂടിയും തിരുസുന്നത്തിൽ കൂടിയും അള്ളാഹും റസൂലും ഒക്കെ അതിൻ്റെ മാർഗങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതാണല്ലോ, ആരിൽ നിന്നാണ്, എങ്ങനെയാണ്, ആരുടെ തരീഖാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അപ്പോൾ ദീനിനെ നമ്മൾ അഖദ് ചെയ്യേണ്ടത്, ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് അവരും അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെടപ്പെട്ട മഹാന്മാരാവുന്ന വ്യക്തിത്വങ്ങളിലാണ്. അതാണ് സഹാബത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഉലൈക റളിയല്ലാഹു അൻഹും വറളു അൻഹു വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ റളിയല്ലാഹു അൻഹും. അള്ളാഹു തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് നൽകുന്നതായ ഏറ്റവും വലിയ ഒരു ആദരവ്, ഒരു ബഹുമാനാണ്. അത്യോ അംറനാ നർഫഅ അൻക ഹുജുബനാ ഫഇന്നാ മനഅനാ ബിർളിദാ മൻ അഹബ്ബനാ. അള്ളാഹുവിൻ്റെ സർവകൽപ്പനകൾക്ക്, ആ കൽപ്പനകൾക്ക് മുഴുവനും വഴിപ്പെടണം. അള്ളാഹു നഹി ചെയ്ത സംഗതിനെ തൊട്ടൊക്കെ ഒഴിഞ്ഞിക്കണം. അത് ഏത് നിലക്കുള്ള നെഹിയാണെങ്കിലും, അത് ഹറാമായ നെഹിയാവട്ടെ, കറാഹത്തായ നെഹിയാവട്ടെ, ഖിലാഫുൽ ഔലിയായ നെഹിയാവട്ടെ. ഖിലാഫുൽ ഔലയും നെഹി തന്നെയാണ്, നെഹി ചെയ്യപ്പെട്ടത് തന്നെയാണ്. അപ്പം ഏത് നിലക്ക് നെഹി ചെയ്യപ്പെട്ട കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ഒഴിഞ്ഞിക്കണം. അള്ളാഹു വുജൂബാക്കിയ സംഗതികൾ മാത്രം ചെയ്താൽ പോരാ, സുന്നത്തായ സംഗതികളും ചെയ്യണം. അള്ളാഹുവിൻ്റെ ശർഈയാവുന്ന ആദാബുകളായിക്കൊണ്ട് കൽപ്പിച്ച സംഗതികളും ചെയ്യണം. ഇതാണ് അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകൾക്കും വഴിപ്പെടുക എന്ന് പറഞ്ഞു. അതേ അംറന എന്ന അള്ളാഹു ആവുന്ന
എല്ലാ കൽപ്പനകൾക്കും നീ വഴിപ്പെടും. അങ്ങനെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ നർഫ അൻക ഉജുബനാണ്, ഈ ഭൗതികമാവുന്ന എല്ലാ തടസ്സങ്ങൾക്കും ആ തടസ്സങ്ങളൊക്കെ നമ്മൾ നീക്കിക്കളയും. മഹാന്മാർക്കുണ്ടായതുപോലെ തന്നെ ഇവിടെ ഇരുന്നാൽ ഈ കാണുന്ന മതിലുകൾക്ക് അപ്പുറത്തുള്ളത് ചിലപ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തുള്ളത് കാണാൻ പറ്റുന്ന നിലക്ക് അങ്ങനെ പോയി ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്ക് നോക്കിയാലും കാണാൻ പറ്റുന്ന നിലക്ക് നമ്മളെ കണ്ണിനെ എന്താക്കുക, വിശുദ്ധമാക്കിയെടുക്കുക. അതാണ് ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുമ്പോൾ നിർഫ അൻക ഉജുബന, എല്ലാവിധ തടസ്സങ്ങളെയും അള്ളാഹു ആവുന്ന ഞാൻ നിന്നെ തൊട്ട് അത് ഉയർത്തിക്കളയും. അപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളതും നീ സാധാരണ കേൾക്കുന്നത് പോലെയല്ല, നിനക്ക് കേൾക്കാനുള്ളതായ ഒരു സംവിധാനം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും. കാണാനും അതുപോലത്തെ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും. അതാ നിർഫ അൻക ഉജുബനാണ്. ഈ അവസ്ഥ ഉള്ളവരെ ഇന്ന് മഹാന്മാരാവുന്ന ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ട വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ. ഈ അവസ്ഥ ഒരു മനുഷ്യർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്നറിയോ? ഫഇന്നാ മനഹിനാ ബിരിളാ മൻ അഹബ്ബനാ. ആ നിലക്ക് നമ്മൾ മഹബൂബികളായി സ്വീകരിച്ച ആരുണ്ടോ അവർക്ക് റിള എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അള്ളാഹു ആവുന്ന ഞാൻ നൽകും. ആ സർട്ടിഫിക്കറ്റാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന ആ സഹാബത്തിന് റളിയല്ലാഹു അൻഹും റളിയല്ലാഹു. അപ്പം അവരിൽ നിന്നാണ് ദീനിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റിള എന്ന് പറയുന്ന പ്രത്യേകമാകുന്ന സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട ആളുകൾ ആരാണോ അവരിൽ നിന്നിട്ടാണ് ദീൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ദീൻ, അതായത് നമ്മൾ എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന അതിൻ്റെ ആളുകളുണ്ടല്ലോ, അവരുടെ അഖീദയും അവർക്കുള്ളതായ കർമ്മങ്ങളും അവരാചാരങ്ങളൊക്കെ അത് അള്ളാഹു മറ്റൊരായത്തിൽ കൂടിയും അതിനെ വിശദീകരിച്ചു വന്നു. വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആ അംഗീകരിക്കപ്പെട്ടതായ മുഅ്മിനീങ്ങൾ അവരെ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുക. ആ അംഗീകരിക്കപ്പെട്ട മുഅ്മിനീങ്ങൾ ആരാന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു വന്നു. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, 3 or 4 നൂറ്റാണ്ടിലുള്ളതായ ആളുകളെ പറ്റി വിശേഷിപ്പിച്ചത് എന്താ? അവർ ഉത്തമമായ നൂറ്റാണ്ടുകാരെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവരെ നോക്കിയിട്ടാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് പഠിപ്പിച്ചു വന്നു. അലൈക്കും സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞ് മതിയാക്കിയില്ല. കാരണം റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് അത് സഹാബത്ത് മനസ്സിലാക്കിയ പലതും ഉണ്ടാവും. ഖുലഫാഉർ റാഷിദീങ്ങൾ, അതല്ലേ മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ, അവരെ മദ്ഹബിനെ അടിസ്ഥാനമാക്കിയത് എന്താ? മഹാന്മാരാവുന്ന ഖുലഫാഉൽ അർബഅത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവരുടെ വിധികളും അന്നത്തെ സംഭവങ്ങളും അവർ പറഞ്ഞ ഫത്വകളും ഒക്കെയാണ്. അപ്പം അതാണ് ഖുലഫാഇന്റെ സുന്നത്ത് എന്ന് കൂടി പറയാൻ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഖുർആനും സുന്നത്തെന്ന് മാത്രമല്ല, ഖുർആനും സുന്നത്തും തന്നെയാണ് നമ്മളെ അടിസ്ഥാനപരമായ അതിൻ്റെ ആധാരങ്ങൾ. പക്ഷേ ഈ ഖുർആനും സുന്നത്തിനും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആ കാരണം ഖുർആനെ സ്വന്തമായി ഒരാൾക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആന്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മനസ്സിലാക്കപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതെല്ലാം മഹാന്മാർ, അത് മഹാന്മാരാവുന്ന സ്വഹാബത്തും അവരെ പോലത്തവരും അവർ നമുക്ക് അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ വ്യാഖ്യാനം അനുസരിച്ച്. ഈ വ്യാഖ്യാനത്തിനൊക്കെ ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആ വ്യാഖ്യാനം അനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമേ അംഗീകരിക്കപ്പെടാൻ പാടുള്ളൂ. അതല്ലാത്ത വ്യാഖ്യാനങ്ങൾ മുഴുവനും തള്ളപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഒരു ചരിത്രം, ആ ചരിത്ര സത്യം എങ്ങനെയാണോ അത് നോക്കണം. അതല്ലാത്ത നിലക്ക് ആ ചരിത്രത്തിനെ വളച്ചൊടുക്കപ്പെടുമ്പോൾ അത് തള്ളപ്പെടേണ്ടതാണ്. എന്നതുപോലെ ഈ വിശുദ്ധമായ ദീൻ അത് മനസ്സിലാക്കേണ്ടതായ അതിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്.
അത് മഹാന്മാരാവുന്നതായ സഹാബത്തിന് ഇന്നൽക്ക് റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താ? അവരിൽ നിന്നിട്ട് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഹദീസിന്റെ വ്യാഖ്യാനവും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്നും പറഞ്ഞാൽ ഇവ മാത്രം നിങ്ങൾ എന്താക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ യഹൂദികളുള്ള പണ്ഡിതന്മാർ യുഹരിഫൂനൽ കലിം എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമാവുന്നതായ കലിമത്തുകൾ, ആ കലിമത്തുകളെ അതിൻ്റെ യഥാർത്ഥ ആശയം അല്ലാത്ത ആശയത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അൽഫാദുകളെ മാറ്റി വേറെ സ്ഥലത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി വെക്കുക. ഈ നിലക്കുള്ള തഹരീഫ് ചെയ്യാത്ത വിശുദ്ധന്മാരാവുന്ന ആളുകൾ അവരിൽ നിന്നിട്ടാണ് ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചിട്ടുള്ളത് ആ തരീഖനുസരിച്ചായിരിക്കും അവർ വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് എന്ത് വേണം? ഖുർആന്റെ വ്യാഖ്യാനത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് റസൂലുള്ളാഹിന്റെ സുന്നത്തും മഹാന്മാരാവുന്ന ഖുലഫാഉൽ അർബഅത്തിന്റെ സുന്നത്തും. അതുകൊണ്ടാണ് അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. അതോടൊപ്പം നൂറ്റാണ്ടുകളെ ഉത്തമമാവുന്ന നൂറ്റാണ്ടിൽ നിന്ന് 3 നൂറ്റാണ്ടിനെയോ അല്ലെങ്കിൽ 4 നൂറ്റാണ്ടിനെ പറ്റി നബി വിശേഷിപ്പിച്ചു വന്നു. അതല്ലേ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ, അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുവത്ത ഇമാം മാലിക്. അത് മാലിക്കി മദ്ഹബിന്റെ അടിസ്ഥാനപരമായ ഒരു ഗ്രന്ഥമാണ് മുവത്ത ഇമാം മാലിക്. അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അധികരിച്ച മസ്അലകൾക്കും മഹാനവറുകൾ ലക്ഷ്യം പറയുന്നത് അതിൽ ഹദീസുകളെ കൊണ്ട് മാത്രമല്ല, അത് അവരെ ആ ഇമാം മാലിക് തങ്ങൾ മുതൽ റസൂലുള്ളാഹിയിലേക്ക് എത്തുന്നതായ ആ ശൃംഖല വളരെ വിശുദ്ധ സ്വർണത്തിന്റെ ശൃംഖല എന്നൊക്കെ പറയുന്ന ശൃംഖല ഉണ്ട്. മാലിക്കുൻ അൻ നാഫീൻ അൻ ഇബ്നു ഉമർ എന്ന് ഇമാം മാലിക് തങ്ങൾ ഒരു ഹദീസിനെ റിവായത്ത് ചെയ്ത് ആ ഹദീസ് അതിൽ ഇമാം മാലിക് തങ്ങൾ ഉസ്താദ് നാഫി എന്നവർ മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തൊട്ടുമാണ് റിവായത്ത് ചെയ്ത് നോക്കുക. എന്നാൽ ആ പരമ്പരയെ പറ്റി വിശേഷിപ്പിക്കപ്പെട്ടുള്ളത് സിൽസിലത്തുൽ ദഹബ് എന്ന സ്വർണത്തിന്റെ പരമ്പര. അതല്ലാതെയും ഇമാം മാലിക് തങ്ങൾക്ക് മറ്റ് പല സഹബത്തിലേക്ക് എത്തുന്നതായ റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ അംഗീകരിക്കപ്പെടേണ്ട റിപ്പോർട്ടുകൾ തന്നെയാണ്. അങ്ങനത്തെ വ്യക്തമാവുന്ന ഹദീസുകളൊക്കെ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ എടുത്തുള്ളതിനോട് കൂടെ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹാക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ, ഇങ്ങനെയാണ് മദീനക്കാർ ചെയ്തതെന്ന ചില മസ്അലകൾക്ക് ലക്ഷ്യമായിട്ട് പറഞ്ഞത്. അത് അതിനെ ഹദീസില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് പരതിപ്പോയാൽ ഖുർആൻ എന്നതിനെ സഹായിക്കുന്നതായ ഖുർആനിയാവുന്ന ആയത്തുകളില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ. കാരണം ഉത്തമമായ നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ടിനെ പറ്റി റസൂൽ വിശേഷിപ്പിച്ചാൽ ആ നൂറ്റാണ്ടിലുള്ളതായ മഹാന്മാരാവുന്ന മശായിഖ് അയിബത്ത് അവർ ചെയ്തത് പൂർണ്ണമായും പിൻപറ്റപ്പെടാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. കണ്ടോ, ആ നല്ല നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ളതായ മഹാന്മാരാവുന്നതായ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾക്കുള്ളതായ തരീഖ്, ആ തരീഖ് അല്ലാത്ത തരീഖിലേക്ക് പിൻപറ്റിപ്പോയാൽ അതിൻ്റെ സ്വഭാവം പറഞ്ഞു വയത്തബി ഗൈറ സബീലിൽ വല്ലിഹി മാ തബല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീർ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട റൂട്ട് നബി മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ റൂട്ടല്ലാത്ത റൂട്ട് അതാണ് അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അവിടെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പിന്നീട് പറയാൻ കാരണം എന്താ? മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരുടെ വ്യാഖ്യാനത്തിൽ അവർ രേഖപ്പെടുത്തിയത് എന്താ? هو التأكيد والتنصيص على أن طريق المسلمين هو المشهود عليه بالاستقامة. صراط المستقيم പറഞ്ഞ് നിർത്തിയിട്ടില്ല, صراط الذين أنعمت عليهم غير المغضوب عليهم എന്ന് പറഞ്ഞത്. അപ്പം ഈ صراط الذين أنعمت عليهم غير المغضوب عليهم രണ്ടാമത് എന്തിനാണ് അവിടെ കൊണ്ടുവന്നത്? هو التأكيد, അതൊന്നും കൂടി ആവർത്തിച്ച് പറയാണ്. വത്തൻസീസു, രണ്ടാമത് സ്പഷ്ടമാക്കിയും പറയാണ്. എന്ത്? അല അന്ന തരീഖൽ മുസ്ലിമീൻ,
ആ മുസ്ലിമീങ്ങൾക്കുള്ളതായ ആ ത്വരീഖ് ഹുവൽ മശൂദു അലൈഹി ബിൽ ഇസ്തിഖാമ, അതാണ് മുസ്തഖീമായ തരീഖ്. അപ്പോൾ മുസ്ലിം ലോകം അംഗീകരിക്കപ്പെടേണ്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ 3 or 4 നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടുള്ളതായ മഹാന്മാരാവുന്ന മുസ്ലിമീങ്ങൾ അവർ അംഗീകരിച്ചു പോന്നതായ അഖീദ, അവർക്ക് തൗഹീദ് റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പലരും പറഞ്ഞല്ലോ അങ്ങനെ തൗഹീദ് 2 തിരിച്ചു. അപ്പം അവരെ തൗഹീദ് എന്താ നോക്കേണ്ടത്? അവരെടുത്ത് 2 തൗഹീദ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, ഈ 2 ഒന്നാണോ അല്ലേ, അത് അവരെ തൗഹീദിനെ പറ്റി നമ്മൾ പഠിക്കണം. മഹാന്മാർക്കുള്ളതായ തൗഹീദ് എങ്ങനെയായിരുന്നു. അങ്ങനെ അത് മുതൽ വിശ്വാസപരമായ കാര്യങ്ങളിലും കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. കാരണം ഇപ്പം തറാവീഹ് അത് 20 അത് 20 പറഞ്ഞ് മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 20 നിസ്കരിക്കാനാണ് കൽപ്പിച്ചത്. അത് മതി. കാരണം എന്തുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് 20 നിസ്കരിക്കാൻ കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടുപിടിച്ചു. അത് റസൂലുള്ള പ്രത്യേകമായ ദിവസങ്ങളിൽ അവിടെ ജനങ്ങൾ വന്നു, 1 or 2 or 3 ദിവസം കൂടി അന്ന് അവിടെ 8 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ അവിടെ അതിലേക്ക് പല സാധ്യതകളുണ്ട്. ഈ 8 റിവായത്ത് ചെയ്യുന്ന ആൾ ചിലപ്പോൾ അവസാനിക്കാത്ത സമയത്തായിരിക്കും വന്ന് കൂടിയിട്ടുള്ളത്. അതല്ലെങ്കിൽ റസൂലുള്ള 8 നിസ്കരിച്ചു, മഹാനാവുന്ന ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്ത റിവായത്തിലൊക്കെ ഉണ്ട് 12 വീട്ടിൽ പോയി നിസ്കരിച്ചു. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മഹാനാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ 20 നിസ്കരിപ്പിച്ചത്. 20 നിസ്കരിച്ചു. സഹാബത്തിൽ നിന്നുള്ള ആരും അതിൽ എതിർത്തില്ലല്ലോ. അതുകൊണ്ടാണ് വഅലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് വേണം, ആ സുന്നത്തിന്റെ കൂടെ ഖുലഫാഉർ റാഷിദീങ്ങളെ സുന്നത്തും അത് ദീൻ തന്നെയാണ്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. ഇങ്ങനെ പലതും നമ്മളെ വിശ്വാസപരമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിൻ വൈബ് അറിയണ വിശ്വാസം. വൈബ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വൈബ് അറിയണമല്ലോ. അള്ളാഹ് അങ്ങനെയല്ലേ, അള്ളാഹു ആലിമുൽ വൈബ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാവ് ഔലിയാവ് അവർക്ക് വൈബ് അറിയും. പക്ഷേ അവരറിയണത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയണത് പോലെ, അതാണ് വ്യത്യാസം. വൈബ് അറിഞ്ഞത് കൊണ്ട് വൈബ് അറിയുന്ന ഒരാൾ ഔലിയാവൂല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണ് മുജാഹിദുകളും ജമാഅത്തുകാരൊക്കെ ഇപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ. വൈബ് അറിയാന്നുള്ളത് റസൂലുള്ളാഹിക്ക് വൈബ് അറിയും. സഹിയായ ഹദീസിൽ കൂടി പല ഹദീസിൽ റിവായത്ത് ചെയ്യപ്പെട്ടതല്ലേ. മഹാന്മാരാവുന്ന സഹാബത്തിലേക്ക് വൈബ് അറിഞ്ഞിരുന്നോ? മഹാനാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ തഹ്ഖീഖ് ചെയ്ത് പറയലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ, ഉമർ റളിയല്ലാഹു തആല അൻഹു സൗദാ ബീവി പുറത്തിറങ്ങിയപ്പോൾ ഖദ് അറഫനാക യാ സൗദാ എന്ന് പറഞ്ഞു. സൗദേ, നിന്നെ നമുക്ക് മനസ്സിലായി. അതിൻ്റെ ശേഷം തന്നെ മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത് വക്കാനത്തി ഇംറഅത്തൻ തവീലത്തൻ, സൗദാ ബീവിനെ എങ്ങനെ മനസ്സിലായി? വക്കാനത്തി ഇംറഅത്തൻ തവീലത്തൻ, അതൊരു വലിയ നീളമുള്ള ബീവിയായി. അപ്പം അന്ന് നീളമുള്ള ബീവി സൗദയായതുകൊണ്ട് സൗദ റളിയല്ലാഹു തആല അൻഹന്റെ നീളം കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന് മനസ്സിലായി ഇത് സൗദയാണ്. ഖദ് അറഫനാക യാ സൗദ, സൗദയെ നിങ്ങളെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് ഈ പറയണത്. വക്കാനത്തി ഇംറഅത്തൻ തവീലത്തൻ, 37 വലിയ നീളമുള്ള ബീവിയായിരുന്നു. അതുകൊണ്ട് ഈ നീളമുള്ള ബീവികൾ ഹിജാബ് എന്നാ പിന്നെ പറയുന്നത്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് സൗദ റളിയല്ലാഹു തആല അൻഹ ഉമർ, അപ്പൊ ആർക്കും കാണാലോ, ആരും കാണാറുണ്ടായിരുന്നു. അപ്പൊ ഹിജാബിന്റെ ആയത്തിന്റെ ശേഷം സൗദ റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി വന്നപ്പോൾ ഇത് സൗദയാണെന്ന് മനസ്സിലായത് എങ്ങനെ? വക്കാനത്തി ഇംറഅത്തൻ തവീലത്തൻ, 37 നീളമുള്ള ബീവിയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെത്തുന്ന ഉമർ ഇബ്നു ഖത്താബ്. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇഹ്തജ് ബിനിസാഅക്, നബിയെ തങ്ങൾ ഭാര്യമാരോട് ഹിജാബിലിരിക്കാൻ പറയണം. ഇത് പറയാനുള്ള കാരണം എന്താ? റജാ അൻ യൻസിൽ ഹിജാബ് എന്ന് ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്. ഇവിടെയാണ് ശൈഖുന തഹ്ഖീഖ് ചെയ്ത് പറയുന്നത്. റജാ അൻ യൻസിൽ ഹിജാബ്, ആ ഹിജാബ് ഇറങ്ങണമെന്ന് ഉദ്ദേശിച്ചു. ഏതാ ഹിജാബ് എന്ന് പറഞ്ഞത്? മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് ഹിജാബിൻ്റെ ആയത്ത് മൂപ്പര് കണ്ടു എന്നാണ്. അപ്പൊ ലൗഹിലുള്ളത് നോക്കി കാണാൻ പറ്റൂല? കാണാൻ പറ്റും. ലൗഹിലുള്ളത് ഏതും നോക്കി കാണാൻ പറ്റും.
അത് കാണാൻ പറ്റുന്നവർക്ക് അത് നോക്കി കാണാൻ പറ്റും. കാണാനുള്ളതായ ആയുധം അവരെ കൈവശം വേണം. ആ ആയുധം ഇലാഹിയാവുന്നതായ ആയുധമാണ്. ആ ആയുധം മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ്. അല്ലാതെ ഒരു ആയുധം ഇല്ലാതെ കാണുന്നല്ല പറയണത്. അള്ളാഹുവിൻ്റെ കാണൽ എങ്ങനെ അസ്ബാബിലേക്ക് എത്തിയാജില്ലാതെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവർക്ക് ഇതിനെ കാണാൻ കഴിയും. ഇപ്പൊ ശാസ്ത്രരംഗത്ത് വികസിപ്പിച്ചെടുത്ത പല ഉപകരണങ്ങൾ നോക്കി നമ്മൾ പലതും കാണില്ലേ. എന്നാൽ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ അമേരിക്കയുടെ സംഭവം കണ്ടത് കൊണ്ടിട്ട് മറിഞ്ഞൊരു കാര്യം കണ്ടു നിൽക്കാം. എന്നാൽ നമ്മളതുകൊണ്ട് അള്ളാഹിന്ന് അതിൻ്റെ അർത്ഥം. കാരണം അള്ള കാണുന്നത് പോലല്ലേ കാണുന്നത്. അപ്പൊ വിഷയം അതിൻ്റെ ശരിയായ രൂപത്തിൽ കൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ പല തെറ്റിദ്ധാരണകളുണ്ടാവും. അപ്പൊ ശൈവന പറയലുണ്ട്, എന്തെന്നറിയോ, അൽ ഹിജാബ് എന്ന് മൂപ്പര് പ്രത്യേകം പറയും. ആ ഹിജാബ് ഇറങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ട്. ആ ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലൗഹിലേക്ക് നോക്കിയിട്ട് മൂപ്പർക്കുള്ള ആ വിശുദ്ധമായ കണ്ണുകൊണ്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയപ്പോൾ ആ ഹിജാബിൻ്റെ ആയത്തോടെ കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് എന്ന് റസൂലുള്ളാഹിനോട് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെ ശരിക്ക് മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരുടെ ഹദീസിൻ്റെ, അവർ ക്രോഡീകരിച്ച ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും അതിന് വ്യാഖ്യാനമായി കൊണ്ട് ഞാൻ ആദ്യം പറയപ്പെട്ട രൂപത്തിലുള്ള മഹാന്മാർ വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളും വിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ ഈ പറയപ്പെട്ട സ്വഭാവത്തിലുള്ള മഹാന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ അടിസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാരുടെ വ്യാഖ്യാനത്തിൽ കൂടി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വിശുദ്ധമാവുന്ന ദീനിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ലക്ഷ്യം. അതായത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദകളും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം. ഇത് പറയേണ്ടെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഇത് പറയേണ്ടതാണ്, ഇത് എന്നും പറയേണ്ടതാണ്. ഏത് കാലത്തും ഇതിലേക്ക് പ്രസക്തിയുണ്ട്. കാരണം വിശുദ്ധമായ ഇവിടെ ദീൻ ഇവിടെ നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ മറ്റുള്ളതായ ആളുകളിലേക്കും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി, കുറച്ച് പ്രയാസം ഉണ്ടാവും നമ്മളെ ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കാൻ. ചിലപ്പോൾ ഇപ്പോൾ ഖുതുബ എന്ന് പറഞ്ഞതിനെ പറ്റി, ഖുതുബ ഒരു പ്രസംഗം തന്നെയാണ്. പ്രസംഗമാണെങ്കിൽ അതിന് ഏത് ഭാഷയിൽ ആളുകൾക്ക് തിരിഞ്ഞ ഭാഷയല്ലേ പ്രസംഗിക്കേണ്ടത്. എന്നാൽ ഖുതുബ ഒരു പ്രസംഗം, സാധാരണ പ്രസംഗമല്ലല്ലോ. അതിനെപ്പറ്റി വിശേഷിപ്പിക്കപ്പെട്ട ദിക്റുന്ന ഫസ്അഉ ദിക്രില്ല. ഖുതുബയിൽ ഹംദിൻ്റെ കൂടെ സലാത്തും വേണം. എന്താ കാരണം? അതൊരു ദിക്റാണ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ആവശ്യമാകുന്ന ഒരു ദിക്ർ. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദിക്റും അവിടെ ആവശ്യമാണ്. അത് കേൾക്കണം, മനസ്സിലാക്കണം എന്നല്ല, കേൾക്കണം. പക്ഷേ കേട്ടതുകൊണ്ട് മനസ്സിലാക്കണം എന്നല്ല, അത് എന്താന്നുള്ളത് തിരിയണമെന്നുമല്ല. വാങ്ങിക്കൂന മുഫീമത്ത് എന്ന് പറഞ്ഞാൽ പഠിച്ചതായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായ ഭാഷയാണ് അതിന് പ്രയോഗിക്കേണ്ടതാണ്. അല്ലാതെ ഓരോ ജനങ്ങൾക്കുള്ള മാതൃഭാഷയിൽ അതിനെ ഓതണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഫിഖ്ഹിന്റെ കിതാബുകൾ അവിടെ ശരിക്ക് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അത് ശരിക്ക് മനസ്സിലായ ഉസ്താദന്മാരിക്കുന്ന ആ സ്ഥലം മനസ്സിലാക്കിയാൽ, ഇപ്പൊ വൈസ്തർത്തു കൗനുഹ അറബിയത്ത്, അറബി അവൾ ചേർത്താണ്. അപ്പൊ അവിടെ അല്ല അർക്കാനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ തവാബിയിൽ അറബിയത്ത് അല്ലാത്ത പറ്റില്ല. അവിടെ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടെ തവാബിയിൽ അർക്കാൻ പറ്റൂല എന്നാണോ? എന്താ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ പറ്റുന്ന മഹാന്മാരാവുന്ന, അത് മനസ്സിലായ തിരിഞ്ഞ് എല്ലാ ഫന്നുകളും അറിയുന്ന പണ്ഡിതന്മാരിൽ ഇത് കിതാബ് പോയി പഠിച്ചോ. അതുകൊണ്ടാണ് വിഷയങ്ങൾ പഠിക്കാൻ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. ആ വിഷയങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ പണ്ഡിതന്മാർ അത് ആരോടും ചോദിക്കാൻ, വിവരമുള്ള ആരോടും വന്ന് ചോദിച്ച് ആ വിഷയങ്ങളൊക്കെ പഠിച്ച് അത് മറ്റേയുള്ളതായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണം. ആ നിലക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അത് നമ്മളെ നിർബന്ധമായ ഒരു കർത്തവ്യമാണ്. അത് ദീനിനെ സംരക്ഷിക്കലാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദകളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെയാണ്. ഏത് ചെറിയ ആചാരങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ആചാരങ്ങൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ ഹദീസിലോ അതിൽ ലക്ഷ്യങ്ങളുണ്ടാവും. ആചാരങ്ങൾ വെറുതെ വന്നതല്ല, അതൊരു ശരിയായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പ്രധാന ദിവസങ്ങളിൽ പള്ളിക്കൊക്കെ ഒരു ചീരിന് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താ? അത് പ്രധാന ദിവസങ്ങളിൽ പള്ളിക്ക് ചീരി കൊണ്ടുപോകണം.
ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് തന്നെ ഉണ്ട്. വക്കാനത്ത് ഫീനായും ഞങ്ങളെ കൂട്ടത്തിലൊരു പമ്പറത്തുണ്ടായിരുന്നു. സഹാബത്ത് പറയണം ഈ ബീവിൻ്റെ പണി എന്താന്ന് ചോദിച്ചാൽ ആ ബീവിൻ്റെ ഈത്തപ്പന തോട്ടത്തിലേക്ക് പോകുന്ന പിന്നെ ചാലിൻ്റെ രണ്ട് ഭാഗത്തും ചീരപ്പുല്ല് പോലത്തെ ഒരു ചെടി കൊണ്ടേയും അവിടെ നടുന്നു. വെള്ളിയാഴ്ച ദിവസമായാൽ 37 ഒരു അരിവാളേറ്റ് ഇറങ്ങി ഇതിൽ നിന്ന് കുറച്ച് മുറിച്ചുകൊണ്ടു, എന്നിട്ട് അത് നുറുക്കി അതിൻ്റെ കൂടെ മാംസം ഇട്ട് കുറച്ച് മധുരം ഇട്ട് അത് പിന്നെ തേനോ മറ്റോ എന്തോ ഒഴിച്ച് അതിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് വിരകി ഒരു പലഹാര രൂപത്തിലാക്കും. എന്നിട്ട് ഇത് വെള്ളിയാഴ്ച ഈ ബീവി വന്നിട്ട് പള്ളീൻ്റെ മുറ്റത്തൊരു മൂലക്ക് ചെന്നിരിക്കുന്ന, കാരണം പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമില്ല, അതുകൊണ്ടാണ് മുറ്റത്തിരിക്കണത്. അങ്ങനെ ആ മുറ്റത്ത് അവിടെ പോയിരുന്നാൽ സഹാബത്ത് പറയലുണ്ട്, കുന്നാ നതമന്ന യൗമൽ ജുമാ, ഞങ്ങൾക്കൊക്കെ ജുമാ ദിവസമായാൽ വേണ്ടില്ലായിരുന്നു. ജുമാ ദിവസമായാൽ ദിക്റല്ല അല്ലെങ്കിൽ സ്വലാത്ത് അല്ല, അതൊക്കെ അത് വേറൊരു കാര്യം. അത് മാത്രമല്ല ഈ ത്വാമിഹ എന്നാ പറയുന്നത്. ഈ ബീവി കൊണ്ടുവരുന്നൊരു ഭക്ഷണമുണ്ട്, ആ ഭക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച ആയാൽ വേണ്ടിയിരുന്നു, വെള്ളിയാഴ്ച ആയാൽ വേണ്ടിയിരുന്നു, വെള്ളിയാഴ്ച ആയാൽ വേണ്ടിയിരുന്നു. എന്നാൽ ജുമാ കഴിഞ്ഞ പാട് ഞങ്ങളൊക്കെ പണി എന്താണെന്നറിയോ, ആ ജുമയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തിരക്കടയ്ക്കാർ കുന്നാ നുസല്ലിമു അലൈഹി, എല്ലാവരും ചെന്ന് സലാം പറയും ഈ ബീവിക്ക്. അങ്ങനെയല്ലേ, ചാപ്പാട് ഇട്ടിനടുത്ത് എല്ലാവരും സലാം പറയുമല്ലോ. കുന്നാ നുസല്ലിമു അലൈഹ, സലാം പറയും. എന്നിട്ട് അതിൽ നിന്നൊന്നും നമ്മളൊക്കെ ചമ്മന്തി തോണ്ടി നാമക്കണമായിരിക്കും, തോണ്ടി നാമക്കാനേ ഉള്ളൂ, കാരണം എല്ലാവർക്കും എത്തട്ടെ. അപ്പം എല്ലാവരും ഒന്ന് തോണ്ടിപ്പോവും. എന്നാൽ ഈ ബീവിനോട് റസൂല പറഞ്ഞോ, പെണ്ണേച്ച് ഈ പണിയിട്ട് ഇന്ന് വന്ന് അടുത്ത വെള്ളിയാഴ്ച തേറ്റ് വരരുത്, കാരണം എൻ്റെ ഉമ്മത്തിന് മുജിത്തൈദ്യങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവർ ഇതിന്ന് മനസ്സിലാക്കും എല്ലാ നല്ല ദിവസങ്ങളിലും പള്ളിക്ക് ചീരിഞ്ഞുണ്ടാകാം. അപ്പം അതുകൊണ്ട് ഇന്ന് വന്നതും ഒക്കെ ഇനി വരരുത് നല്ല റസൂല പറഞ്ഞത്. എല്ലാ സമയത്തും ഈ ബീവി എന്താവലുണ്ട്, ഈ പലഹാരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും വരലുണ്ട്. കാരണം എന്തുകൊണ്ട്, വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട്. അപ്പം എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പള്ളിയിലേക്കൊരു സ്റ്റീറിനൊക്കെ കൊടുത്തേക്കണ പതിവ് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അതിൽ നിന്നുണ്ടായതാണ്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. അപ്പോൾ അടിസ്ഥാനം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യല്ല. നമ്മളെ ആചാരങ്ങളൊക്കെ, എല്ലാ ആചാരങ്ങളും ശരിയായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചില മൗലവിമാരൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ തീറ്റിൻ്റെ ഒരു പരിപാടി എന്നുള്ള നിലക്കാണ് പഴയ കാലത്ത് മൊല്ലാമാരും മൗലവിമാരൊക്കെ പള്ളിക്ക് ചീരിഞ്ഞുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അത് പഴയ കാലത്തല്ല, എപ്പോഴും നമ്മൾ പറയും. ഇപ്പോഴും അങ്ങനെ ആർക്കെങ്കിലും പലഹാരത്തിനും ആവശ്യമുണ്ടാവും, ആവശ്യം ഉണ്ടായിട്ടല്ല, എന്നാലും അതൊരു പതിവാണ്. എങ്ങനത്തെ പതിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബിയത്താവുന്നത് ആ ബീവി അത് ചെയ്യുകയും സഹാബത്തൊക്കെ അത് വാങ്ങി തിന്നുകയും ചെയ്തു. അതുകൊണ്ട് ആ കുന്നാൻ തമന്ന യൗമൽ ജുമാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ജുമാക്ക് കൊടുത്ത് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. എല്ലാ ജുമാ ആവണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ വെള്ളിയാഴ്ച ഈ ബീവി ചീരിഞ്ഞുകൊണ്ടിരും. അപ്പം ചീരിഞ്ഞുകൊണ്ടിരുമ്പോൾ തിന്നാന്നുള്ളവർക്ക്. അപ്പം ആചാരങ്ങളൊക്കെ അങ്ങനെയാണ്, ശരിയായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിലുള്ള സർവ്വ ആചാരങ്ങളും. അപ്പം അതുകൊണ്ട് ആ നിലക്ക് വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെയും അതിൻ്റെ അഖീദയെയും അതിൻ്റെ കർമ്മപരമായ കാര്യങ്ങളെയും അതിൻ്റെ ആചാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പണ്ഡിതന്മാരും പണ്ഡിതന്മാരല്ലാത്തവരും ശ്രമിച്ചു അവരത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊന്നും ഇവിടെ നഷ്ടപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. എങ്ങനെയെങ്കിലും ഒരു ജനറൽ ഇസ്ലാം എന്നുള്ളതല്ല. നമ്മൾ ശരിയായ സുന്നിയായിക്കൊണ്ട് തന്നെ നിൽക്കണം. സുന്നിയായിക്കൊണ്ട് നിൽക്കാനുള്ളതായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നമ്മൾ നീക്കണം. ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളെ ശരിക്ക് മനസ്സിലാക്കി അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിച്ചു കൊണ്ടിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാവുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന സംഘടന എല്ലാ നിലക്കും ശക്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൽ ഖുർആനിൽ കൂടി അറിയിച്ചതായ യാഥാർത്ഥ്യമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ ഈ സംവിധാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളുണ്ടോ ആ സംഘടനകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ദീനിനെ സംരക്ഷിക്കുമ്പോൾ ആ സംഘടനകളെ സംരക്ഷിക്കണം. ആ സംഘടനയിൽ കൂടിയാവും ദീനിനെ സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ സുന്നിയാവുന്ന നമ്മളെ അഖീദകൾക്ക് അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളെ ആചാരങ്ങൾക്കൊക്കെ ഏതെങ്കിലും നിലക്ക് തടസ്സമുണ്ടാവുന്ന നിലക്കുള്ള ആളുകളുമായുള്ള ബന്ധങ്ങൾ ആ നിലയ്ക്ക് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരുമായിട്ടും നമുക്ക് ബന്ധം ഉണ്ടാവണം.
പക്ഷെ ഈ ബന്ധം എന്നുള്ളത് നമ്മളെ വിശ്വാസത്തിനെ ബാധിക്കാൻ പാടില്ല, നമ്മളെ അഖീദയോട് ബാധിക്കാൻ പാടില്ല, നമ്മളെ കർമ്മങ്ങളിലേക്ക്. കണ്ടില്ലേ, ഇപ്പൊ ഒരു 8 സ്കെച്ചിനോടത്ത് പോയി നിൽക്കുക, അവിടെ 8 സ്കെച്ച് കണ്ട് തിരിച്ചു പോരാൻ പറ്റുമോ? അവിടെ അതാണ് അവരൊപ്പം കൂടെ എന്ന് പറഞ്ഞത്. ദീനിയാവുന്ന കാര്യങ്ങൾ ഓരൊപ്പം കൂടിയാനുള്ള തകരാറുകൾ അതാണ്. അവർ ചിലപ്പോൾ നിസ്കരിച്ചാൽ ദ്വാരക്കണം, നിസ്കരിച്ചതിൻ്റെ ദ്വായ വേണ്ടെന്ന് പറയും, നമ്മൾ ദ്വാരക്കാതെ എണിച്ചു പോരാ. ദ്വാരക്കൽ സുന്നത്തായ സംഗതിയാണ്, സംഗതി ശരിയാണ്, പക്ഷെ സുന്നത്തായ സംഗതികളെയും ഒഴിവാക്കല്ല വേണ്ടത്. അതാണ് അത്തി അംറനാനർഫ അൻകജുബന ഇന്ന മനഹന ബിദിവമന്നഹബന. അപ്പൊ ആ നിലക്കുള്ളതായ ഒരു സർട്ടിഫിക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ലഭിക്കപ്പെടുന്ന നിലക്ക് നമ്മളെ ഇബാദത്തുകളൊക്കെ ആ നിലക്ക് ചെയ്യാനും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിക്കാനും ഒക്കെ ഓരോരുത്തരും ശ്രമിക്കുകയും സംഘടനയെ ശക്തിപ്പെടുത്താനും വേണ്ടി എല്ലാവരും തയ്യാറാവുകയും 100 വർഷം കഴിഞ്ഞു, ഇനി അങ്ങോട്ടുള്ളത് ആ 100 വർഷത്തിൻ്റെ തുടർച്ചയാവണം. അതാണ് ഇനി വരുന്ന കാലങ്ങളിലും വിശുദ്ധമാവുന്ന ഈ ആദർശങ്ങൾ, ആ ആദർശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാരൊക്കെ മുമ്പ് വഴുതു പറയുമ്പോൾ അവർ പറയലുണ്ട്, മഹാനാവുന്ന ഷെയ്ഖുനാൻ്റെ അഞ്ചൻ ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മറാഖിദഹും അവരൊക്കെ പറയലുണ്ട്, മുജാഹിദീങ്ങളെ ജമാഅത്തുകാരെ അല്ലെങ്കിൽ തബ്ലീഗിനെയോ അല്ലെങ്കിൽ മറ്റുള്ളതായ തരീഖത്തിലൊക്കെ എതിർത്ത് പോകുമ്പോൾ ഇൻ ഉഴുത്തും ഉഴുതിനാണ്, നിങ്ങൾ ഇനി ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ ഞങ്ങൾ ഇനിയും വന്ന് പ്രസംഗിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ പോവല്. അപ്പം ആ നിലക്ക് ആശയത്തിൽ വളരെ ശക്തമായി നിന്നവരാണ് നമ്മളെ മുൻഗാമികൾ. ആ നിലക്ക് നമ്മളും ഇതിൽ ശക്തമായി കൊണ്ട് നിൽക്കണം. ഇവിടെ കൂടി എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള സംരംഭങ്ങളൊക്കെ അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെയും അതിൻ്റെ ഉപഘടകങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാ തഈദും അതിനെ നിലനിൽക്ക് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അതിനോട് ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.